ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓൺലൈനിലൂടെ ഓപ്പൺ ചെയ്യാൻ നമുക്കിന്ന് കാണാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന പ്രോസസ്സ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിലൊന്നും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ നിങ്ങൾ വീഡിയോ KYC ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് എല്ലാ സർവീസസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ടാകും, പാസ്ബുക്ക് വേണമെങ്കിൽ പാസ്ബുക്ക്, ചെക്ക് ബുക്ക് വേണമെങ്കിൽ ചെക്ക് ബുക്കും കിട്ടുന്നുണ്ടാകും. ഇതേപോലെ എല്ലാ സർവീസസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് UPI വന്നിട്ട് ആക്ടിവേറ്റ് ആകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോൺ പേ, ഗൂഗിൾ പേ യൂസ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ പ്രോസസ്സ് എന്താണ് നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക ബാങ്ക് ഓഫ് ബറോഡ. ഇതിനുശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ നമുക്കൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ വരണം. ഇവിടെ മെനു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അക്കൗണ്ടിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നമുക്ക് സേവിംഗ് അക്കൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്കിവിടെ ബാങ്കിന്റെ ഫുൾ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്, ഏതാണ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുമ്പോൾ BOBയിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ കാണാൻ പറ്റും. ഏതിലെന്ന് വെച്ചാൽ 10,000 രൂപ, 15,000 രൂപ, അതേപോലെ 1 ലക്ഷം വരെ നമുക്ക് ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഒരു ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലുള്ള അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അതേപോലെ സീറോ ബാലൻസ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന BOB ബ്രോ സേവിംഗ് അക്കൗണ്ട്, ഈ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇത് വന്നിട്ട് ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഈ അക്കൗണ്ടിൽ ഏതൊക്കെ ബെനിഫിറ്റ്സ് ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഫസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, നോ മിനിമം ബാലൻസ് റിക്വയർഡ്. ഇവിടെ നമുക്ക് സീറോ ബാലൻസ് ആയിട്ട് നമുക്ക് അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് മാസം ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് പോയിട്ട് നമ്മൾ വേറെ ബെനിഫിറ്റ്സ് ഇവിടെ കണ്ടാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വേണോ, പാസ്ബുക്ക് വേണോ, ചെക്ക് ബുക്ക് വേണോ, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഈ ഒരു അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ KYC ചെയ്ത് ഓൺലൈനിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യം വരില്ല. സോ നമുക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ജോയിന്റ് അക്കൗണ്ട് ആണോ, സിംഗിൾ നെയിം അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ അതർ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ടി വരും. സോ നമ്മളിവിടെ സിംഗിൾ നെയിം അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയി വരുന്നുണ്ടാകും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പാൻ കാർഡ്, നിങ്ങളെ ആധാർ കാർഡ് യൂസ് ആകും. അതേപോലെ മൊബൈൽ നമ്പറും ഉണ്ടാകണം. ഏത് നമ്പറാണോ നിങ്ങൾ ആധാർ കാർഡിലൂടെ ലിങ്ക് ആണോ ആ നമ്പർ ഉണ്ടാകണം. ഇനി നമുക്കിവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്ന നമുക്കിവിടെ ലൊക്കേഷന്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾ പെർമിഷനെ അലോ ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളെ ഫ്രണ്ടിൽ നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ ഏതാണ് ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ആ നമ്പർ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏതാണ് മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡിൽ ഏതാണ് ഫോൺ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കണം. സോ നമ്മളിവിടെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലൂടെ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ ഇമെയിൽ ID കൊടുക്കണം. ഇവിടെ നിങ്ങളെ ഇമെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഇമെയിൽ ID കൊടുത്തതിന് ശേഷം നിങ്ങളെ ഇമെയിൽ IDയിൽ OTP സെൻഡ് ആകൂല. OTPയുടെ പകരം ഒരു ലിങ്ക് വന്നിട്ടുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലിങ്ക് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളെ Gmail ID വന്നിട്ട് ഇവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു ചില ഓപ്ഷൻസ് ടിക്ക് ചെയ്യേണ്ടി കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമ്മൾ മൈനർ അല്ല, ഇവിടെ നമ്മൾ ഇന്ത്യൻ റെസിഡന്റ് ആണ്. അതേപോലെ ഇന്ത്യയുടെ പുറത്ത് നമ്മൾ ഒരു ടാക്സിന്റെ പേയ്മെന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ ഓപ്ഷൻസിനും നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം FATCA ഇതിന്റെ ഒരു ഡിക്ലറേഷൻ വരും. ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നമുക്ക് വീണ്ടും CKYCയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാത്തിനും കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് CKYC നമ്പർ ഇവിടെ കൊടുക്കണം. അതേപോലെ CKYC വന്നിട്ട് എല്ലാവർക്കും അറിഞ്ഞൂടെയായിരിക്കാം. അഥവാ നമ്പർ അറിയാമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അഥവാ CKYC റെക്കോർഡ് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ഫൈൻഡ് ആയി വരും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ CKYC അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനുശേഷം നമുക്ക് ഇവിടെ പാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ് നമ്പർ എന്ന് വെച്ചാൽ പാൻ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മളെ കൺസെന്റ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പേജ് വരുന്ന നമ്മളെ ഫോൺ നമ്പറിൽ ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ടാകും. എന്താ വെച്ചാൽ നമ്മളെ CKYC ഡാറ്റ വന്നിട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ്. ഇവിടെ നിങ്ങളെ ഇനി ഇവിടെ കാണുമ്പോൾ നമ്മളെ ആധാർ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ അതർ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കൺസെന്റ് വന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം.
അതിന്റെ കൂടെ നമ്മൾ ആധാർ കാർഡിൽ ഏതാണ് ഫോൺ നമ്പർ രജിസ്റ്റർ ആണോ ആ മൊബൈൽ നമ്പറിലൂടെ OTP പോയിട്ടുണ്ടാകും. അതിന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങളെ ഫ്രണ്ടിൽ ഇവിടെ നിങ്ങൾ കൊടുക്കണം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കാലണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ആധാർ കാർഡിൽ ഏതാണ് ഫോട്ടോ ഉണ്ടായിരുന്നോ അത് നമുക്ക് ഇവിടെ ഫൈൻഡ് ആയി വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽ ഉണ്ട് അതും നമുക്ക് ഇവിടെ ഫൈൻഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ നമ്മളെ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. അഡ്രസ്സിന്റെ താഴെ തന്നെ നമുക്ക് ഇനിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന അഡ്രസ്സ് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുന്നോ അതോ നിങ്ങൾ ഈ അഡ്രസ്സിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്രസ്സും കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതോ നിങ്ങൾ വേറെ അഡ്രസ്സിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടോ അതോ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് വേറെ ലൊക്കേഷൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന പെർമനന്റ് അഡ്രസ് ആണ്. അപ്പോൾ ഇത് പോയിട്ട് നമുക്ക് വേറെ അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഏതൊക്കെ വെൽക്കം കിറ്റുകൾ കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് ഈ അഡ്രസ്സിലൂടെ ചേരും. മോസ്റ്റ്ലി എല്ലാവരുടെ കേസിലും ഇവിടെ രണ്ട് അഡ്രസ്സും സെയിം ആയിരിക്കും. സോ നമുക്ക് ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ്. ഇവിടെ നമ്മളെ ബ്രാഞ്ചിന്റെ നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഏതാണ് അഡ്രസ് കൊടുത്തോ അതിന്റെ നിയർ ബൈ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ടോ ഇവിടെ ഓട്ടോമാറ്റിക് സജഷനിൽ കാണിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ കേസിൽ 2 ബ്രാഞ്ചുകൾ കാണിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങളുടെ വീട്ടിന്റെ നിയറസ്റ്റ് ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് കാണിക്കും. അതിന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ താഴോട്ട് കാണുമ്പോൾ BOB ബ്രോ സേവിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓട്ടോ ഫില്ലായിട്ട് കാണിക്കും. അതേപോലെ ഏതൊക്കെ കാര്യങ്ങൾ ഇവിടെ ഫില്ലില്ലേ അത് നമുക്ക് ഇവിടെ മാനുവലായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ റിലീജിയൻ ഇല്ല ഇവിടെ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് എത്ര ഡിപ്പെൻഡൻസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ഫാമിലിയിൽ എത്ര പേര് സമ്പാദിക്കുന്നുണ്ടോ നിങ്ങളാണോ സമ്പാദിക്കുന്നത് സോ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനുശേഷം വരുന്നതാണ് ഡിസബിലിറ്റി സെക്ഷൻ. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആണോ എന്തെങ്കിലും ഡിസബിലിറ്റി പ്രശ്നമോ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യെസ് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല സോ ഞാൻ നോ എന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് നിങ്ങൾ ജനിച്ചത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഗ്രോസ് മന്ത്ലി ഇൻകം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ മാസം എത്രയാണ് സാലറി എത്രയാണ് ഇൻകം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനുശേഷം ഇവിടെ അക്സെപ്റ്റഡ് ടേൺ ഓവർ ഇവിടെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് അകത്ത് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിന്റെ അകത്ത് അത് ചോദിക്കുന്നുണ്ടാകും. അതേപോലെ ടേൺ ഓവർ എത്ര ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കോഡികൾ ഇവിടെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിന് ബേസിക്കലി എന്താ അറിയണമെന്ന് വെച്ചാൽ ഏത് കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നോ അത് എങ്ങനത്തെ കസ്റ്റമർ ആണെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ അക്കോർഡിംഗ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും കുറച്ചും ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇവിടെ കാണൂല. ഇതിനുശേഷം സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ ചോദിക്കുന്നുണ്ടാകും. നിങ്ങളെ ഇൻകം വന്നിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ആയി വരുന്നതെന്ന് പറഞ്ഞിട്ട് അഗ്രികൾച്ചറിലൂടെയാണോ ബിസിനസ്സിലൂടെയാണോ അതോ ഇൻവെസ്റ്റ്മെന്റിലൂടെയാണോ ഹൗസ് പ്രോപ്പർട്ടിയിലൂടെയാണോ ഏതാണ് നിങ്ങളെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങളെ സോഴ്സിന്റെ അകത്ത് നിങ്ങളെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ഇവിടെ അഡ്രസ് ഓഫ് എംപ്ലോയറിൻ്റെത്. ഇവിടെ കാണുമ്പോൾ നിങ്ങളെ കേസിൽ അഥവാ ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എംപ്ലോയറിന്റെ അഡ്രസ് ഇവിടെ ചോദിക്കുന്നുണ്ടാകും. ഇത് വന്നിട്ട് എല്ലാവരുടെ കേസിൽ അത്ര ആവശ്യമൊന്നുമില്ല. അഥവാ നിങ്ങൾ പണിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് വെറുതെ വിടാനും പറ്റും. ഇതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ സോഷ്യൽ കാറ്റഗറി എന്താണോ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. SC ആണോ ST ആണോ ഏതാണോ OBC ആണോ നിങ്ങളുടെ രീതിയിൽ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നോമിനി ഡീറ്റെയിൽ സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അഥവാ നോമിനി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോമിനിയുടെ എന്താണ് റിലേഷൻ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതാണെന്ന് വെച്ചാൽ ബ്രദർ ആണോ സിസ്റ്റർ ആണോ മദർ ആണോ ഫാദർ ആണോ ഏതാണ് നിങ്ങളെ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നോമിനിയുടെ ഡീറ്റെയിൽ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഏതാണെന്ന് വെച്ചാൽ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. ഇത് പോയിട്ട് നോമിനിയുടെ അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ സെയിം എന്ന ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഡ്രസ് തന്നെ നോമിനിയുടെ അഡ്രസ് ആയിട്ട് ആഡ് ആകും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു അഡ്രസ്സും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ബാങ്കിന്റെ സർവീസസ് ഏതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ UPI വന്നിട്ട് എല്ലാവരെയും കിട്ടുന്നതാണ്. അതേപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് വേണോ ചെക്ക് ബുക്ക് വേണോ SMS അലേർട്ട് വേണോ ഇത് പോയിട്ട് ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് വേണമായിരിക്കും. എല്ലാ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പക്ഷേങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ വേണ്ട. അതേപോലെ ഡിമേറ്റ് സർവീസ് വേണോ വേണ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഇതേപോലെ നിങ്ങൾക്ക് സർവീസസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ആവശ്യമുള്ള സർവീസസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജ് വരുന്നതാണ്. റിവ്യൂ വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഫോമിന്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വൺസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ആപ്ലിക്കേഷനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ. അതാണ് വീഡിയോ KYC. ഇവിടെ കാണുമ്പോൾ ഇപ്പോഴത്തെ സമയത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നേരത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്ലിക്കേഷനെ ഫിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ KYC ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബാങ്കിൽ വിസിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നോടെ തന്നെ KYC ഓൺലൈനിലൂടെ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഇതിനുവേണ്ടി നെക്സ്റ്റ് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ KYC ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളെ ഫ്രണ്ടിൽ നിങ്ങളെ ബാങ്കിന്റെ സ്റ്റാഫ് എന്നിട്ട് നിങ്ങളോട് കണക്ട് ആകും. ഇവിടെ നിങ്ങളോട് ഒരു ചില ബേസിക് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. നിങ്ങളെ പേരെന്താണ്, നിങ്ങളെ അഡ്രസ് എന്താണ്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, താമസിക്കുന്നത്, അതേപോലെ നിങ്ങളെ ഓക്യുപ്പേഷൻ എന്താണ്. അതേ സമയത്തിൽ നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് ഒന്ന് ഷോ ചെയ്യാൻ പറയും വീഡിയോ കോളിലൂടെ. പാൻ കാർഡ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു കൊടുക്കണം. അതേപോലെ പാൻ കാർഡ് ഉള്ള പോലെ സിഗ്നേച്ചർ നിങ്ങൾക്ക് അതിൽ ഇട്ട് കാണിച്ചു കൊടുക്കണം സ്ക്രീനിലൂടെ. അതും A4 സൈസ് പേപ്പറിൽ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു കൊടുക്കണം. സോ ഇതിനുശേഷം നിങ്ങളെ വീഡിയോ KYC വന്നിട്ട് കംപ്ലീറ്റ് ആകും. ഒരിക്കൽ നിങ്ങളെ വീഡിയോ KYC ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് ആക്ടിവേറ്റ് ആകുന്നതാണ്. നിങ്ങൾക്ക് ബാങ്കിന്റെ സൈഡിൽ നിന്ന് ഒരു കസ്റ്റമർ ID കിട്ടുന്നുണ്ടാകും. അതേപോലെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അഥവാ നിങ്ങൾക്ക് അക്കൗണ്ട് വന്നിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾക്ക് BOBയുടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ടാകും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇത് പോയിട്ട് നിങ്ങൾക്ക് വേറെ ബാങ്കിന്റെ അക്കൗണ്ടുകൾ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട അതിന്റെ പ്രോസസ് എന്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണോ, അതോ ഫോൺ പേയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണോ, അതേപോലെ SBIയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, HDFC ബാങ്കിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഇതേപോലെ കുറെ ബാങ്ക് അക്കൗണ്ടിന്റെ പ്രോസസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുകയാണ്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റും വീഡിയോ കാണാം. ബൈ.